ഹരേ കൃഷ്ണ. ഒരു കുഞ്ഞി കഥ കേട്ടാലോ? ഒരു നദീതീരത്ത് ചെറിയൊരു കുടിലിൽ ഒരു പാവം വൃദ്ധൻ തനിച്ച് താമസിച്ചിരുന്നു. അദ്ദേഹത്തിന് വലിയ ശാസ്ത്രജ്ഞാനമൊന്നുമില്ല. ദിവസവും ജോലി ചെയ്ത് അന്നന്നേക്ക് ആഹാരത്തിനുള്ളത് മാത്രം സമ്പാദിക്കുമായിരുന്നു അദ്ദേഹം. ഒരിക്കൽ അദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് 2 പേര് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അദ്ദേഹം കേട്ടു. അവർ സംസാരിച്ചു കൊണ്ടിരുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണനെ പറ്റിയാണ്. അപ്പോൾ ആരാണ് ഈ ശ്രീകൃഷ്ണൻ എന്ന വൃദ്ധന് അറിയില്ലെങ്കിലും ശ്രീകൃഷ്ണൻ എന്ന പേര് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ സ്പർശിച്ചു. ശ്രീകൃഷ്ണൻ സ്നേഹത്തോടുകൂടി വിളിച്ചാൽ ഭക്തരുടെ വീടുകളിൽ പോകുന്നവനാണെന്ന് അവരുടെ സംഭാഷണത്തിൽ നിന്നും അദ്ദേഹം കേട്ടു. അന്ന് മുതൽ അദ്ദേഹത്തിൻ്റെ മനസ്സ് ശ്രീകൃഷ്ണൻ ശ്രീകൃഷ്ണൻ എന്ന് ഉരുവിട്ടുകൊണ്ടേയിരുന്നു. അങ്ങനെ ദിവസം കഴിയുന്തോറും അദ്ദേഹത്തിന് ഭഗവാനെ കാണുവാനുള്ള, ശ്രീകൃഷ്ണനെ കാണുവാനുള്ള ആഗ്രഹം വർദ്ധിച്ചു വന്നു. അന്ന് അദ്ദേഹം മനസ്സിൽ പറഞ്ഞു, കൃഷ്ണ, നീ എങ്ങനെയുണ്ടെന്ന് എനിക്ക് അറിയില്ലല്ലോ. പക്ഷേ നീ ഇന്ന് എൻ്റെ വീട്ടിൽ വന്ന് ആഹാരം കഴിച്ചെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം എന്തു ചെയ്തു? അന്ന് ലഭിച്ച പണം കൊണ്ട് അല്പം അരിയും ശർക്കരയും വാങ്ങി. അരി വറുത്ത് പൊടിച്ച് ശർക്കര ചേർത്ത് ലഡ്ഡു ഉണ്ടാക്കി അദ്ദേഹം. എന്നിട്ട് ശ്രീകൃഷ്ണനായിട്ട് കാത്തിരുന്നു. സമയം ഏകദേശം സന്ധ്യയാവാറായി. അപ്പോൾ കുടിലിനു മുന്നിൽ ഒരു ചെറിയ ബാലനെത്തി. അഴിഞ്ഞു കിടക്കുന്ന ചുരുണ്ട മുടി, അതിൽ പൂക്കൾ കൊണ്ട് തീർത്ത കിരീടം, അതിന് നടുവിലോ ഒരു മയിൽപീലി, നെറ്റിയിൽ മനോഹരമായ ഗോപിക്കുറി, കണ്ണുകളിൽ പ്രത്യേകമായ തിളക്കം, വശ്യമായ ചിരി, കഴുത്തിൽ നിറയെ മുത്തുമാലകൾ, കൈവളകളും തോൾവളകളും ചാർത്തിയിട്ടുണ്ട്. ചുവന്ന ഉത്തരീയം, മഞ്ഞ പട്ടുടുത്തിട്ടുണ്ട്. ഒരു ഓടക്കുഴൽ അരയിൽ തിരികിയിട്ടുമുണ്ട്. മനോഹരമായ ആ പാദങ്ങളിലോ അതീവ ഭംഗിയുള്ള പാദസ്വരങ്ങളും, എത്ര കണ്ടാലും മതിവരാത്ത രൂപസൗന്ദര്യം. ആ സൗന്ദര്യത്തിൽ മതിമറന്ന് നിൽക്കുമ്പോൾ ആ ബാലൻ പറഞ്ഞു, മുത്തശ്ശാ, എനിക്ക് വിശക്കുന്നു. ഈ വൃദ്ധൻ ഉടനെ ഒന്ന് പുഞ്ചിരിച്ചു. വരൂ മകനെ, ഞാൻ കൃഷ്ണനായിട്ടുണ്ടാക്കി വെച്ച ലഡ്ഡു ഉണ്ട്, അത് നിനക്ക് തരാം കേട്ടോ. അത് കേട്ടപ്പോൾ ആ ബാലൻ ചോദിച്ചു, മുത്തശ്ശാ, അപ്പോൾ കൃഷ്ണൻ വന്നാൽ അങ്ങ് എന്തു കൊടുക്കും? കുഞ്ഞേ, വിശക്കുന്നു എന്ന് പറഞ്ഞ് എൻ്റെ മുൻപിൽ വന്ന നീയാണ് എൻ്റെ കൃഷ്ണൻ എന്ന് ആ വൃദ്ധൻ അറിയിച്ചു. ഇത് കേട്ട് ആ ബാലൻ ഒന്ന് ചിരിച്ചു. എന്നിട്ട് അവൻ എന്തു ചെയ്തു? ആ ലഡ്ഡു സ്വാദോടുകൂടി ഭക്ഷിച്ചു. എന്നിട്ട് ഇദ്ദേഹത്തോട് ചോദിച്ചു, മുത്തച്ഛന് കൃഷ്ണനെ അറിയാമോ? ഇതിനു മുൻപ് കണ്ടിട്ടുണ്ടോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ലല്ലോ മകനെ, ഞാൻ ശ്രീകൃഷ്ണനെ കണ്ടിട്ടേ ഇല്ല. പക്ഷെ നിന്നെ കണ്ടപ്പോഴോ നീ തന്നെയാണ് ശ്രീകൃഷ്ണൻ എന്ന് എനിക്ക് തോന്നുന്നു. ആ സമയം ഈ കുഞ്ഞിൻ്റെ കണ്ണുകളൊന്ന് തിളങ്ങി. എന്നെപ്പോലെ ഒരു ദരിദ്രവൃദ്ധൻ്റെ വീട്ടിൽ വന്ന അതിഥി തന്നെയാണ് എൻ്റെ ശ്രീകൃഷ്ണൻ. വിശക്കുന്നവന് ആഹാരം കൊടുക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ ഈശ്വര പൂജ. ഇങ്ങനെ പറഞ്ഞ അദ്ദേഹത്തോട് ഭഗവാൻ പറഞ്ഞു, ഞാൻ തന്നെയാണ് നിങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ശ്രീകൃഷ്ണൻ. ആ സമയം അദ്ദേഹം നിറഞ്ഞു കവിയുന്ന കണ്ണുകളോടുകൂടി ആ കുഞ്ഞിനെ വാരി പുണർന്നു. ആ സമയത്ത് ഭഗവാനെ ആലിംഗനം ചെയ്യുവാൻ സാധിച്ച അദ്ദേഹത്തിന് ഇനി എന്താണ് വേണ്ടത്, അല്ലേ? തീർച്ചയായും ഭഗവാനെ സ്പർശിച്ച അദ്ദേഹത്തിന് മോക്ഷം തന്നെയാണ് ഭഗവാൻ കൊടുക്കുന്നത്. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ ഒരു മനോഹരമായ കഥ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ലോകൈകനാഥനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ മറ്റൊരു കഥയുമായി വീണ്ടും കാണാം. ഹരേ കൃഷ്ണ.